ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ വെണ്ടയ്ക്ക പപ്പാസ് വെക്കാൻ പോവുകയാണ്. അതിനകത്ത് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചാണ് ഇന്ന് കറി വെക്കുന്നത്. അതിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെണ്ടയ്ക്ക കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ വെണ്ടയ്ക്ക ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വഴറ്റുവാണേ. ഇവിടെ ഞാൻ എണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു, നല്ല ജീരകം ഇട്ടു. ഇനി നമുക്ക് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാമേ. അധികം നേരം വഴറ്റേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, 1-ാം പാലും 2-ാം പാലും. ഇതിനകത്ത് ഞാനൊരു ഹാഫ് തക്കാളിപ്പഴം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. അതിനകത്തോട്ട് തന്നെ ഞാൻ 2-ാം പാൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നമ്മുടെ 2-ാം പാൽ നല്ലപോലെ തിളച്ചു. ഇനി അതിനകത്തോട്ട് ഞാൻ വഴറ്റി വെച്ച വെണ്ടയ്ക്ക് അങ്ങോട്ട് ഇടുവാണേ. ഇത് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് 1-ാം പാൽ ആഡ് ചെയ്യുവാണ്. 1-ാം പാൽ ഒഴിച്ച് കഴിഞ്ഞ് തിളപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ലാസ്റ്റ് ഞാൻ അതിനകത്ത് മല്ലിയില ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ കരിയാപ്പില ചേർക്കാം. ഇവിടെ നമ്മുടെ നല്ല സോഫ്റ്റ് ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ചപ്പാത്തിയുടെ കൂടെ വെണ്ടയ്ക്ക പപ്പാസ്. അടിപൊളിയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി നല്ല ചൂട് ചപ്പാത്തി. അടിപൊളിയാണ്, സൂപ്പർ. കുഞ്ഞുങ്ങളൊക്കെ ഇത് കഴിക്കും, വളരെ ടേസ്റ്റിയാണ്. നിങ്ങളും ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ, സൂപ്പറാണ്. ഞാനകത്ത് ഒത്തിരി ഗരം മസാല അങ്ങനെ ഐറ്റംസ് ഒന്നും അധികം ചേർത്തിട്ടില്ല, ബട്ട് സൂപ്പറായിട്ടുണ്ട്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.